ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. നമ്മൾ കാണാൻ പോകുന്ന കസിൻസ് ആൻഡ് കല്യാണം എന്ന് പറയുന്ന മലയാളം വെബ് സീരീസിൻ്റെ എപ്പിസോഡ് 8 ആണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡൊന്നും നിങ്ങൾ കണ്ടിട്ടേ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. കാണാത്തവർ തീർച്ചയായും കാണേണ്ടതാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഗൈസ്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചിടുന്നാണ് ഈ ഒരു എപ്പിസോഡും തുടങ്ങുന്നത്. അങ്ങനെ ഇപ്പം നമ്മുടെ മനു ആ ഒരു വീട്ടിലോട്ട് വരികയാണ്. മനുവിനെ കണ്ടോടനെ തന്നെ എല്ലാവരും അവൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഇപ്പം മേഘയും അവനോട് ചോദിക്കുകയാണ് 4 മാസത്തിനുള്ളിൽ കാണാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 4 വർഷമായി അവനെ വഴക്ക് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കും നമ്മുടെ മനു ഇപ്പോൾ സംസ്കൃതത്തിൽ സംസാരിക്കുന്നതാണ്. മനു സംസ്കൃതത്തിൽ ചോദിക്കുകയാണ്, നീ എന്താണ് പെട്ടെന്ന് ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലോട്ട് മാറാൻ കാരണമെന്ന്. അവളും പറയുകയാണ്, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇച്ചിരി സ്പിരിച്വാലിറ്റി മെഡിറ്റേഷനും ഒക്കെ നമുക്കൊരു ബലമാണെന്ന് അവനോടും പറയുകയാണ്. മനു ഇപ്പോൾ ദീ എടുത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവളോട് പറയുകയാണ്, നമ്മളിപ്പോൾ കണ്ടിട്ട് വർഷങ്ങളായെന്ന്. അത് മാത്രമല്ല അവളുടെ വിശേഷം അവൻ തിരക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് കസിൻസ് എല്ലാം വരികയാണ്. എന്നിട്ട് ഇപ്പോൾ ചന്തു അവനോട് എല്ലാവരും പറയുകയാണ്, എൻ്റെ ഒരു ഒറ്റ ബുദ്ധി കാരണമാണ് ഈ ലൈറ്റ് എല്ലാം കത്തുന്നത്, ഞാനൊരു ജീനിയസ് തന്നെയാണെന്ന്. ആ ഒരു സമയത്താണ് അവിടേക്ക് ഒരു കാറും വരുന്നത്. അവരും ഈ കാറിൽ ആരാണെന്ന് നോക്കിക്കുന്ന സമയത്തേക്ക് പുതിയൊരു കഥാപാത്രം തന്നെ വരികയാണ്. അപ്പം നമ്മുടെ ചന്തുവും പറയുകയാണ്, ഇത് നമ്മുടെ പ്രജിത്ത് അണ്ണനല്ലയോ എന്ന്. പ്രജിത്ത് അണ്ണനും ഇപ്പോൾ അവരുടെ അടുത്തോട്ട് എല്ലായിടത്തും വരികയാണ്. എന്നിട്ട് പെണ്ണുങ്ങളെടുത്ത് നോക്കി പറയുകയാണ്, ഇത്രയും ചെറിയ സൈഡിൽ കാറ് പാർക്ക് ചെയ്യാൻ ഒരു കഴിവ് വേണം, അതെനിക്ക് മാത്രമേ ഉള്ളൂ അവരുടെ അടുത്ത് പറയുകയാണ്. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ചെറുക്കനെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് പ്രജിത്ത് അണ്ണൻ അങ്ങോട്ട് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കും നമ്മുടെ പ്രജിത്ത് അണ്ണനും മനോജ് അണ്ണനും സംസാരിക്കുന്നതാണ്. പ്രജിത്ത് അണ്ണനും പറയുകയാണ്, എനിക്ക് എപ്പോഴും ജോലി തിരക്കാണ്, അതൊക്കെ ഈ പിള്ളേരുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവുന്ന സ്വയം തന്നെ പൊക്കി സംസാരിക്കുകയാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ ദിയവെളിയിൽ ആരെടുത്ത ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് അവിടേക്ക് പ്രജിത്തണ്ണനും വരുന്നത്. പ്രജിത്തണ്ണനും ഇപ്പോൾ ദിയെടുത്ത് പറയുകയാണ്, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ നിനക്ക് കുട്ടിക്കാലത്ത് മരത്തിൻ്റെ മുകളിൽ കയറി മാങ്ങയെല്ലാം പറിച്ചു തന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഈ കഥകളെല്ലാം പറഞ്ഞ് അവളെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവളിതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ ദിയയും പ്രജിത്തണ്ണൻ്റെ അടുത്ത് പറയുകയാണ്, അണ്ണൻ ഞാനിതൊന്നും കേട്ടില്ല, ഒന്നും കൂടെ പറയാമോ എന്ന്. ഇത് കേട്ട പ്രജിത്തണ്ണനും മനസ്സിൽ പറയുകയാണ്, ഈ കഥയൊക്കെ ഒപ്പിക്കാൻ പറ്റ പാടെ എനിക്കറിയാം, ഇത് ഞാൻ ഇനി ഒന്നേന്ന് എങ്ങനെ പറയുന്നത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പ്രജിത്തണ്ണനും ഇപ്പോൾ ദീ എടുത്ത് പറയുകയാണ്, ഞാൻ ഈ കഥയല്ല പിന്നൊരു ദിവസം പറയാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അശ്വതിയും ദിയയും കൂടെ സംസാരിക്കുന്നതാണ്. ഇപ്പോൾ അശ്വതി അവളുടെ ചോദിക്കുകയാണ്, നീ ഞങ്ങളെ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇത് കേട്ട ദിയ അവളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കത്തില്ല, ഞാൻ നിങ്ങളെ എപ്പോഴും ഓർത്തത് കൊണ്ട് തന്നെ ഇരിക്കുമെന്ന്. അതെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പം ദിയ വെളിയിലോട്ട് പോവുകയാണ്. അങ്ങനെ വെളിയിലിരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ മനു ഇപ്പം ടെറസിൻ്റെ മുകളിൽ നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. അവളെ കണ്ട ഉടനെ തന്നെ അവളെ തന്നെ നോക്കിക്കൊണ്ടും ഇരിക്കുകയാണ്. ഈ ഒരു സീനോടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് ഗൈസ്.